സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം ഇന്ന് 200-ാം ദിവസത്തിൽ. സമീപകാല കേരള ചരിത്രത്തിൽ ഇത്രയും ദിവസങ്ങൾ പിന്നിടുകയും ചർച്ചയാവുകയും ചെയ്ത മറ്റൊരു സമരവും ഉണ്ടായിട്ടില്ല. സമരം തുടങ്ങിയപ്പോൾ ഉയർത്തിയ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉയർത്തി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. 2025 ഫെബ്രുവരി 10 കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം ആരംഭിക്കുന്നു. നിരവധി സമരങ്ങൾ കണ്ട സെക്രട്ടേറിയറ്റ് പരിസരത്ത് കുറച്ച് സ്ത്രീകൾ നടത്തുന്ന സാധാരണ സമരം അതുമാത്രമായിരുന്നു വിശേഷണം. ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടുപോകില്ലെന്ന് സമരക്കാർ പോലും കരുതിയ പ്രതിഷേധം. വളരെ എളുപ്പത്തിൽ ഏതൊരു ഗവൺമെൻറ്റിനും ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് കൂടിപ്പോയാൽ ഏറിപ്പോയാൽ ഒരു 4 ദിവസം ഇത്ര മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്ത് പറയാൻ, ഇന്നിപ്പോൾ 200-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓണറേറിയ വർധന, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയവയായിരുന്നു ആവശ്യം. മന്ത്രിയുടെ ഓഫീസിൽ ചർച്ച നടത്തിയിട്ടും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. സമരം കടുപ്പിക്കാനായി പിന്നെ തീരുമാനം. ഫെബ്രുവരി 15 നടന്ന കുടുംബസംഗമം സമരത്തിനെ പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിച്ചു. ഫെബ്രുവരി 20 സെക്രട്ടേറിയറ്റ് പരിസരം നിശ്ചലമാക്കിയ ആശമാരുടെ മഹാസംഗമമാണ് സമരത്തിന് മറ്റൊരു മാനം സമ്മാനിച്ചത്. പിന്നാലെ നിയമസഭാ മാർച്ചും വനിതാ സംഗമവും സെക്രട്ടേറിയറ്റ് ഉപരോധവും നിരാഹാര സമരവും കൂട്ട ഉപവാസവും മുടിമുറിക്കൽ സമരവും രാപ്പകൽ സമരയാത്രയുമടക്കം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഇതിനിടയിൽ സമരക്കാർക്കു നേരെ ആക്ഷേപങ്ങളുടെ പെരുമഴയെത്തി. മഴയത്ത് നനയാതിരിക്കാൻ വലിച്ചുകെട്ടിയ ടാർപ്പഴിപ്പിച്ച പോലീസ് നടപടി ഉൾപ്പെടെ പലതു കണ്ടു. ഞങ്ങൾ അവഹേളനങ്ങളൊക്കെ വളരെ പുഞ്ചിരിയോടുകൂടി നേരിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവഹേളിച്ച ആളുകളുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളായി അത് മാറുകയാണ് ഉണ്ടായത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും കലവറയില്ലാത്ത പിന്തുണ സമരത്തിന് ലഭിച്ചു. ഇതിനിടയിൽ പല സമരാവശ്യങ്ങളും സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. ഓണറേറിയ വർധന ഉൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല. പൂർണ്ണ വിജയം കാണുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. അരവർഷത്തിലധികം പിന്നിട്ടൊരു സമരകാലം തുടരുകയാണ്. അധികാര സ്ഥിരാകേന്ദ്രത്തിന് മൂക്കിനു താഴെ ഈ പെൺവീര്യം 200 ദിവസങ്ങൾക്കപ്പുറവും മുന്നോട്ടു തന്നെയാണ്. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.